നമസ്കാരം. പെരുമാൾ ഇൻഡസ്ട്രീസാണ്. മാവേലിക്കരയിലെ ഒരു പഴയ 300 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തറവാട് വീട്. ക്ലയൻറ്റിൻ്റെ പേര് പറയാൻ സാധിക്കില്ല, കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്, അതിലൊരു സഹപാഠികളാണ്. ഡോക്ടേഴ്സാണ്, ഡോക്ടർ ഫാമിലിയാണ്. അതിപ്രശസ്തമായ മാവേലിക്കരയിലെ പഴയ ഒരു തറവാടാണ്, 300 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള തറവാടാണ്. ആ തറവാടിൻ്റെ അനുബന്ധമായി ഉണ്ടായിരുന്നൊരു കിച്ചൺ, ഒരു ലിവിങ് ഏരിയ, ഇതൊക്കെ നമ്മൾ റിനോവേറ്റ് ചെയ്തതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ ഹൈറ്റ് കുറവുള്ള ഒരു ഭാഗമായിരുന്നു. നമ്മളിത് ഹൈറ്റ് കൂട്ടി ലിഫ്റ്റ് ചെയ്ത് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ ഹൈറ്റിലേക്ക് അതിനെ കൊണ്ടുവന്നതിന് ശേഷം മുകളിൽ ഷീറ്റാണ് നമ്മൾ അലുമിനിയം ഷീറ്റുകളാണ് നമ്മൾ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത്. ശേഷം ഷെറാ ബോർഡ് ഉപയോഗിച്ച് സീലിംഗ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം അതൊക്കെ പിന്നീട് വീഡിയോയിൽ വരുന്നതാണ്. ഇതിൻ്റെ പഴയ ഒരു ഭാഗവും വീഡിയോയിൽ വരുന്നുണ്ട്, പഴയ പിക്ചറും. അതിൻ്റെ ഒരു റിനോവേഷൻ്റെ കഥ നിങ്ങളുടെ മുമ്പിൽ വളരെ ചുരുക്കത്തിൽ അവതരിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ടേബിൾ, ഇതൊക്കെ ഏതാണ്ട് ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു ടേബിളായിരുന്നു. നമ്മൾ വളരെ വലിപ്പമുള്ളൊരു ടേബിളായിരുന്നു. നമ്മളിതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ടഫൻ ഗ്ലാസ്സൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു സംവിധാനത്തിലാക്കി. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെയധികം പഴക്കമുള്ള ഒത്തിരി ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഫർണിച്ചറുകളൊക്കെ ഈ വീട്ടിൽ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാലും നമ്മൾ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കിച്ചൺ വളരെ മോഡേണായിട്ടുള്ള രീതിയിൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമ്മളൊരു കിച്ചൺ നമ്മൾ ചെയ്തു. നമ്മൾ അതിലേക്ക് പോവുകയാണ്. നമ്മൾ നിലവിൽ ഉണ്ടായിരുന്ന കിച്ചണിൽ ഇവിടെ വലിയ 2 ചിമ്മിനികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു ക്രോക്കറി ഷെൽഫാണ്. ശരിക്കും നമ്മൾ അലൂമിനിയം സെക്ഷൻസിലും അതുപോലെ തന്നെ PVC, മെറാക്കിയുടെ PVC ലാമിനേറ്റ് ഷീറ്റുകളിൽ ചെയ്തിരിക്കുന്ന ഒരു ക്രോക്കറി ഷെൽഫ് വിത്ത് ഗ്ലാസ്. അതിനുശേഷം ഇവിടെ വരുന്നത് നമ്മൾ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പുൾ ഔട്ടാണ്. അതായത് ഏതാണ്ട് 8 ഇഞ്ച് 6 ഇഞ്ച് മാത്രമേ വീതിയുള്ളൂ. ചെറിയ ക്യാനുകളൊക്കെ വെക്കാൻ പറ്റുന്ന, ചെറിയ ബോട്ടിലുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ ഒരു പുൾ ഔട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടത്തിൽ കുറച്ചുകൂടെ വലിയ ബോട്ടിലുകൾ വെക്കാൻ പറ്റുന്ന രീതിയിലും ചെറിയ നമ്മുടെ ബോട്ടിൽസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പുൾ ഔട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാൻഡം ബോക്സിൻ്റെയൊക്കെ മോഡലിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ടാൻഡം ബോക്സിൻ്റെയൊക്കെ മോഡൽ അലുമിനിയത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന കട്ട്ലറി ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേ ഉണ്ട്. അതിനുശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഹോബ്, ഓയിൽ പുൾ ഔട്ട്, ടോട്ടൽ ടോപ്പിൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് കബോർഡ്സ് ആണ്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഇത് ടോട്ടൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഇത് പോയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ GTPT, ഇവിടെ കേക്ക്, ഹോം മെയ്ഡ് കേക്കൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു മാഡം ഇവിടെ ഉണ്ട്. പുള്ളിക്കാരിയുടെ ആവശ്യപ്രകാരമാണ് ആ കേക്ക് വരുന്ന സെക്ഷനിലൊക്കെ നമ്മൾ ഒരു പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു ഏരിയ ചെയ്തിരിക്കുന്നു. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് ട്രേ, ഇതെല്ലാം നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം. ഇത് 2 എഗ് ട്രേ ആണ്. എയറേഷൻ ഉണ്ടാവും, സ്മെല്ലൊന്നും വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വിക്കർ ബാസ്ക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈബറിൻ്റെ വുഡൻ ഇൻസേർട്ടിൽ വരുന്ന വുഡൻ ഒരു കേസിങ്ങിൽ വരുന്ന ഒരു ട്രേ ആണിത്, വിക്കർ ബാസ്ക്കറ്റ്. അത് ഓപ്പൺ ആണ്. ശരിക്കും ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഒരു ഫ്യൂഷനാണിത്, ടോട്ടലി ഒരു ഫ്യൂഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു തീം, ടോട്ടൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ തീമിൽ വരുമ്പോൾ അതിൽ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മളൊരു ക്രോക്കറി ഷെൽഫ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു ഷോ വരുന്ന രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു 2 ഡോറ് നമ്മൾ ഗ്ലാസ് ഇട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വിൻഡോസ്, എല്ലാ വിൻഡോസും അൾജീരിയൻ ആണ്. 3 ട്രാക്കാണ്, 2 ഗ്ലാസും അതുപോലെ തന്നെ ഒരു മൊസ്കിറ്റോയുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ 2 ഗ്ലാസ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് കാറ്റ്, വായു സഞ്ചാരത്തിന് വേണ്ടി മൊസ്കിറ്റോ നമുക്ക് ഓപ്പൺ ചെയ്തിടാം. വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പറേഷനാണ്. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പുറത്ത് GI ട്യൂബുകളിൽ ഗ്രിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും വലിപ്പമുള്ളൊരു കിച്ചണും, നേരത്തെ ഒരു ഒഴിഞ്ഞു കിടന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഭാഗം. ഒരു 1-2 കസേരകളൊക്കെ മാത്രമായിട്ട് വളരെ ഒഴിഞ്ഞു കിടന്നൊരു ഏരിയ ആണ്. ഡൈനിങ് ടേബിൾ ഇവിടെയായിരുന്നു കിടന്നിരുന്നത് നേരത്തെ. ശരിക്കും ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഈ പഴമയും പുതുമയും കൂടെ ഒരു ഫ്യൂഷൻ എന്ന രീതിയിൽ നമ്മളിവിടെ ഒരു കിച്ചണോട് ചേർന്ന് തന്നെ ആ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ലിവിങ് ഏരിയ, പ്ലസ് ഇവിടെ ഒരു സ്റ്റഡി ടേബിളുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് വീട്ടുകാരെല്ലാവരുമായിട്ട്
ഇപ്പോൾ എല്ലായിടത്തും ആൾക്കാർ കുറവുള്ള ഫാമിലിയാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും ഒരു ടോട്ടൽ ഈ വീട് മുഴുവൻ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എല്ലാവർക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിത്തമാണെങ്കിൽ പഠിത്തം, അത്യാവശ്യം റെസ്റ്റ് എടുക്കലാണെങ്കിൽ റെസ്റ്റ് എടുക്കൽ, അതുപോലെ തന്നെ പാചകമാണെങ്കിൽ പാചകം, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഏരിയ ആയിട്ട് നമ്മളിവിടെ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്.